അദ്ധ്യായം 20. അവൻ പല്ല് കടിച്ചുകൊണ്ട് എൻ്റെ നേരെ ചാടി വീണു. പക്ഷേ നിമിഷങ്ങൾക്കകം ഞാൻ അടവുകൾ കൊണ്ട് അവൻ്റെ കഴുത്ത് ഞെരിച്ചു കളഞ്ഞു. കൈകാലിട്ടടിച്ച് അവൻ രാജാവിനോട് പ്രാണന് വേണ്ടി കെഞ്ചി. രാജാവ് യോഗദണ്ഡുയർത്തി. അവന് ജീവൻ തിരിച്ചു കിട്ടി. അവസാനം വില്ലാളിയായി ഞാൻ മധ്യഭാഗത്തെ മണ്ഡപത്തിലേക്ക് പോകാനൊരുങ്ങി. ഞാൻ മണ്ഡപത്തിന്റെ പടവുകൾ കയറി. എൻ്റെ വില്ലിൽ നിന്നും അസംഖ്യം അമ്പുകൾ പാഞ്ഞു തുടങ്ങി. അത് ലക്ഷ്യത്തിൽ നുഴഞ്ഞു കയറിക്കൊണ്ടിരുന്നു. അനേകം ശരങ്ങൾ വിട്ട് ആകാശത്തിൽ മഴ പെയ്യുന്ന ദൃശ്യം സൃഷ്ടിച്ചു. കറുത്ത ശരങ്ങൾക്കിടയിൽ സ്വർണ്ണ നിറമാർന്ന കുടില ശരങ്ങൾ വിട്ട് മിന്നലിന്റെ പ്രതീതി ജനിപ്പിച്ചു. ഉയരത്തിലെറിഞ്ഞ പഴങ്ങൾ നിരവധി കഷ്ണങ്ങളായി മുറിഞ്ഞു. ഇനി എനിക്ക് അവസാനത്തേക്കായി പ്രയോഗിക്കണം. ശബ്ദം കേട്ട് ലക്ഷ്യം ഭേദിക്കുക. ഇത് ഏറ്റവും പ്രധാനമായ ഉന്നമാണ്. അന്തരീക്ഷം ശാന്തമായിരുന്നു. എന്റെ കണ്ണുകൾ തുണി കൊണ്ട് കെട്ടി. ഒരു സൂചി ബാണം കയ്യിലെടുത്തു ഞാൻ ചുണ്ടോടടുപ്പിച്ചു. അപ്പോൾ ഗുരുവിനെ സ്മരിക്കാൻ പോലും എനിക്ക് ആഗ്രഹമുണ്ടായില്ല. കാരണം ഞാൻ ആരാണെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. ഒരു പ്രകാശകിരണം മാത്രമായിരുന്നു ഞാൻ. നായയെ എന്റെ പിറകിലായി കെട്ടി. കുരയ്ക്കാൻ വേണ്ടി ഒരു ഭൃത്യൻ നായയെ കുന്തം കൊണ്ട് കുത്തി വേദനിപ്പിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഇവയിലൊന്നും എനിക്ക് ശ്രദ്ധിക്കേണ്ടതില്ലായിരുന്നു. ശബ്ദം കേട്ട ദിക്കിൽ ലക്ഷ്യമെയ്യുക. വായിൽ നിന്നും പുറപ്പെട്ട് ചെവികളിൽ തട്ടിപ്പോകുന്ന ശബ്ദതരംഗങ്ങളിൽ മനസ്സ് കേന്ദ്രീകരിക്കുക. എന്റെ ഓരോ രോമകൂപത്തിലും ചെവി മുളച്ചു. എന്റെ ശ്രവ്യ ചക്ഷസുകൾ ശബ്ദത്തിന്റെ ലക്ഷ്യം അന്വേഷിച്ചു. ചെവികളിൽ സ്പന്ദിക്കുന്ന ആദ്യ തരംഗത്തെ തന്നെ എയ്തു കൊള്ളിക്കേണ്ടിയിരിക്കുന്നു. എങ്ങും ശ്മശാനമുഖത. ശ്വാസഗതി പോലും തടയപ്പെട്ട പോലെ ശാന്തമുഖമായ അന്തരീക്ഷത്തിൽ മറ്റുള്ളവരുടെ ഹൃദയസ്പന്ദനം പോലും കേൾക്കാമായിരുന്നു. ഒരു സുന്ദരമായ ശബ്ദം എൻ്റെ ചെവികളിൽ വന്നടിച്ചു. ശരം അസ്ത്രത്തിൽ നിന്നും വിട്ടേയുള്ളൂ. നായയുടെ കുര കേട്ടു. എല്ലാം നിമിഷത്തിനുള്ളിൽ സംഭവിച്ചു. ശരം വില്ലിൽ നിന്നും വിട്ടുപോയി. ഞാൻ അധീരനായി കണ്ണിന്റെ കെട്ടഴിച്ച് നായയെ നോക്കി. നായ അപ്പോഴും കുരച്ചുകൊണ്ടിരിക്കുന്നു. അസ്ത്രം നായയുടെ വായിൽ കൊണ്ടിരുന്നില്ല. എന്റെ ഉന്നം തെറ്റിപ്പോയിരുന്നു. ജീവിതം വഴിയാധാരമായി. എനിക്ക് ക്ഷീണം പോലെ തോന്നി. എങ്ങും ആഹ്ലാദത്തിമർപ്പായിരുന്നു. യുവരാജാവായ അർജുനൻ വിജയിക്കട്ടെ. ലക്ഷം ചുണ്ടുകളിൽ നിന്നും ബഹിർഗമിക്കുന്ന ഹൃദയഭേദകമായ അട്ടഹാസങ്ങൾ. ഇതെങ്ങനെ സംഭവിച്ചു? ശബ്ദത്തിന്റെ ലക്ഷ്യം തെറ്റുന്നതെങ്ങനെ? എനിക്കാകെ വലിയ ക്ഷീണം തോന്നി. ആ മനോഹരമായ ശബ്ദം എങ്ങനെ വന്നു? നായ തന്റെ ശബ്ദം മാറ്റിക്കളഞ്ഞോ? എന്റെ ശരം എങ്ങോട്ടു പോയി? എന്റെ മേഘാവൃതമായ മനസ്സിൽ ചോദ്യശരങ്ങൾ തൊടുത്തുകൊണ്ടിരുന്നു. കാലിനടിയിൽ നിന്നും ഭൂമി തെന്നിമാറുന്നത് പോലെ തോന്നി. കളരിയാകെ എനിക്ക് ചുറ്റും വട്ടം കറങ്ങുന്നു. തൽക്ഷണം നിലത്തിരുന്ന് ഞാൻ കാൽമുട്ടുകൾക്കിടയിൽ തല താഴ്ത്തി വെച്ചു. നീല താമരമാല എന്റെ കാലുകൾക്കിടയിൽ വീണു കിടന്നിരുന്നു. അപ്പോഴേക്കും ഗുരു ദ്രോണരും അർജുനനും മണ്ഡപത്തിലെത്തി. ഞാൻ അങ്ങനെ തന്നെ എഴുന്നേറ്റു. മണ്ഡപത്തിൽ നിന്നും തലകുത്തനെ ചാടി തന്റെ കഥ കഴിഞ്ഞെങ്കിൽ എന്ന് ഞാൻ പലവരും ആശിച്ചു. പക്ഷേ സത്യം അതിക്രൂരനാണ്. മനുഷ്യനെ ശാന്തനായി മരിക്കാൻ പോലും അത് അനുവദിക്കില്ല. കാരണം എന്റെ ശരീരം അഭേദ്യമാണ്. ഈ ഉന്മാദികളായവരുടെ നാട്ടിൽ കർണന് ആരാശ്രയം നൽകും? തന്റെ പ്രിയതമയായ വൃഷാലിയൊഴിച്ച്. എന്റെ കണ്ണുകൾ വൃഷാലിയെ തിരഞ്ഞു നടന്നു. പ്രധാന കവാടത്തിൽ നിന്ന് അവൾ തന്റെ തൂവാല കൊണ്ട് കണ്ണുകൾ തുടയ്ക്കുകയായിരുന്നു. തന്റെ മർമ്മഭേദകമായ പരാജയം അവളെ നടുക്കിയിരുന്നു. അവളെ പറഞ്ഞു മനസ്സിലാക്കണം. ഞാൻ മണ്ഡപത്തിന്റെ പടവുകൾ ഇറങ്ങി. ഗുരു ദ്രോണർ നീലത്താമരമാല അർജുനെ അണിയിക്കാനായി ഉയർത്തി. എങ്ങും അതിരില്ലാത്ത ബഹളം. യുവരാജാവായ അർജുനൻ വിജയിക്കട്ടെ. ഗുരുവര്യനായ ദ്രോണൻ വിജയിക്കട്ടെ. ഇതിനിടയിൽ ധൃതരാഷ്ട്ര മഹാരാജാവിന്റെ കയ്യിലെ യോഗദണ്ഡ് വാങ്ങി ഉയർത്തിപ്പിടിച്ച് ഭീഷ്മ പിതാമഹൻ വിറയാർന്ന വാക്കുകളോടെ അലറി, "നിർത്തൂ!" പക്ഷേ ആ കോലാഹല സമുദ്രത്തിൽ ആ ശബ്ദം ആർക്കും കേൾക്കാനായില്ല. ഗുരുദ്രോണർ ആ മാല അർജുനന്റെ കഴുത്തിൽ അണിയിച്ചു. ഇതിനിടയിൽ ധൃതരാഷ്ട്ര മഹാരാജാവിന്റെ കയ്യിലെ യോഗദണ്ഡ് വാങ്ങി ഉയർത്തിപ്പിടിച്ച് ഭീഷ്മ പിതാമഹൻ വിറയാർന്ന വാക്കുകളോടെ അലറി, "നിർത്തൂ!" പക്ഷേ ആ കോലാഹല സമുദ്രത്തിൽ ആ ശബ്ദം ആർക്കും കേൾക്കാനായില്ല. ഗുരുദ്രോണർ ആ മാല അർജുനന്റെ കഴുത്തിൽ അണിയിച്ചു. പ്രചണ്ഡമായ കയ്യടി മുഴങ്ങി. ഓരോരുത്തരായി മണ്ഡപത്തിൽ നിന്നും ഇറങ്ങിത്തുടങ്ങി. ഞാൻ ജീവനോടെ ഉണ്ടോ അതോ മരിച്ചോ എന്നറിയാത്ത വിധം ഭ്രാന്തമായിരുന്നു എൻ്റെ അവസ്ഥ. ഭീഷ്മ പിതാമഹൻ നിന്ന് വിറയ്ക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ കയ്യിലെ കുരുവംശത്തിന്റെ യോഗദണ്ഡ് തിളങ്ങി. ആ യോഗദണ്ഡ്
ഉയർത്തിപ്പിടിച്ച് അദ്ദേഹം നഗരവാസികളോട് നിൽക്കാൻ സൂചിപ്പിച്ചു. അർജുനൻ ഇത് കണ്ടു. അയാൾ എല്ലാവരോടും നിൽക്കാൻ ആംഗ്യം കാട്ടി. കളരിയാകെ ശാന്തമായി. ഭീഷ്മ പിതാമഹന്റെ വിറയാർന്നതും എന്നാൽ തീക്ഷ്ണവുമായ സ്വരം ശാന്തഹൃദയങ്ങളെ തകർത്തു. ഗുരുദ്രോണരെ, ഹസ്തിനാപുരവാസികളെ, ഈ കൗരവജ്യേഷ്ഠൻ ഗംഗാപുത്രനായ ഭീഷ്മർ പ്രഖ്യാപിക്കുന്നു, അർജുനനല്ല വിജയ്. എല്ലാവരുടെയും ഹൃദയം തുടികൊട്ടിത്തുടങ്ങി. പിന്നെ ആര് എന്ന സന്ദേഹത്തിൽ ഏവരും പരസ്പരം നോക്കി. നഗരവാസികൾ മന്ത്രിച്ചു തുടങ്ങി. ആരോ ഉച്ചത്തിൽ അലറി, പിതാമഹ, എങ്കിൽ പിന്നെ ആരാണ് വിജയ്? അങ്ങ് തന്നെ പറയൂ. കർണൻ. പിതാമഹന്റെ ഘനഗംഭീരമായ ശബ്ദം എല്ലാവരുടെ കാതുകളിലും ശരം പോലെ തറച്ചു. രാധേകർണൻ അടുത്ത അധ്യായത്തിൽ തുടരും.